അവർ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ലിവർ ടോട്ടലി ഡാമേജ് ആണെന്ന് പറഞ്ഞു. ടോട്ടലി ഡാമേജ്, അതായത് ഉദരത്തിനകത്ത് കുഞ്ഞു കിടപ്പുണ്ട്, ഡെലിവറി ടൈമായി, ലിവർ കംപ്ലീറ്റ് ഡാമേജ്. മോക്കൊന്ന് സ്കാൻ ചെയ്തപ്പോഴേക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണ്. ഗോൾ ബ്ലാഡർ സ്റ്റോണ് 9 mm ഉണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടല്ലേ? എത്ര സ്റ്റോൺ ഉണ്ട് ആൻറ്റി? അത് മൊത്തം 9 mm സ്റ്റോൺ, മൾട്ടിപ്പിൾ സ്റ്റോൺ. 9 × 9, ഓക്കെ, 9 × 9 mm. ഓക്കെ, കോർണിയ എന്തായി പോയി? ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞു. കോർണിയ പ്രശ്നമായി. പിറ്റേ ദിവസം പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞിന് ഏകദേശം കണ്ടീഷൻ മോശമായിരുന്നു. അപ്പോൾ ചെറുകുടലും വൻകുടലും കൂടെ തമ്മിൽ ഒട്ടിപ്പോയൊരു അവസ്ഥയായിരുന്നു. ഒരു സ്തോത്രം പറഞ്ഞ ഒട്ടിപ്പോയത് എൻ്റെ കർത്താവ് സൗഖ്യമാക്കി. കഴിഞ്ഞ ജൂൺ 23-ാം തീയതി ഈ മോൾക്ക്, ഈ കുഞ്ഞ് അവൾ ഗർഭിണിയായിരുന്നു. 9 മാസം തികഞ്ഞില്ല എങ്കിലും കുഞ്ഞ് അവൾ എന്നെ പറഞ്ഞു, ബേബിയുടെ മൂവ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു, ഞാനന്ന് ഫാസ്റ്റിംഗ് ആയിരുന്നു, ദേവസേനയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ 2 മണിയായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സ്കാനിങ് മൂവ്മെൻറ്റ് കുറവാണ്, ഉടനെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 23-ാം തീയതി അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. 23-ാം തീയതി രാത്രിന് 24-ാം തീയതി പുലർച്ചയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും OTPT കൂടുതൽ, അതായത് ലിവർ ഫങ്ഷൻ എല്ലാം ഡാമേജ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ലിവർ ആദ്യം ഒരിക്കൽ ടെസ്റ്റ് ചെയ്ത് നോക്കി, വീണ്ടും 2ാമത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കുറയുന്നില്ല, കൂടിയ അങ്ങനെ ഉടനെ തന്നെ അതായത് ലേബർ തക്കാടുന്ന് SATയിലേക്ക് അവർ തന്നെ അവരുടെ ഒരു സിസ്റ്ററും ഒരു അറ്റൻഡറുമായിട്ട് വന്നു. ഉടനെ തന്നെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. കാഷ്വാലിറ്റിയിൽ ഉടനെ തന്നെ മോളെ 24-ാം തീയതി രാവിലെ ഹോസ്പിറ്റലിലാക്കി. അവർ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും ലിവർ ടോട്ടലി ഡാമേജ് ആണെന്ന് പറഞ്ഞു. ടോട്ടലി ഡാമേജ്, അതായത് ഉദരത്തിനകത്ത് കുഞ്ഞു കിടപ്പുണ്ട്, ഡെലിവറി ടൈമായി, ലിവർ കംപ്ലീറ്റ് ഡാമേജ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ 50-50 ചാൻസ് ആണ് പറഞ്ഞത്. ആ രാത്രി, അതായത് 24-ാം തീയതി പുലർച്ചെ 1:30 മണിയായപ്പോൾ ഞാൻ പാസ്റ്റർ വിളിക്കുകയുണ്ടായി. ആരെയൊക്കെ ഓർമ്മ വന്നോ, ഞാൻ എൻ്റെ ദൈവത്തെ അന്വേഷിച്ചു. ആദ്യം മെഡിക്കൽ കോളേജിലെ മോള് ലേബർ റൂമിലാണ്. ഞാൻ ഇതേപോലെ ഈ താഴെ ഇരുന്നു, കാലും നീട്ടിയിട്ട് കർത്താവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ വന്ന് പറയും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു 24 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം എന്താണെന്നൊരു കണ്ടീഷൻ ഒന്നും പറയാൻ പറ്റുന്നില്ല, അവർ ഒബ്സർവേഷനിലാണ്. അപ്പോൾ അടുത്ത 24-ാം തീയതി രാത്രി, അതായത് 25-ാം തീയതി പുലർച്ചെ 1 മണിയായപ്പോഴേക്കാണ് ഓപ്പറേഷൻ ചെയ്തത്. അതായത് 5-6 മണിയായപ്പോൾ കുഞ്ഞിൻ്റെ മോളെ കണ്ടീഷനൊക്കെ വളരെ മോശമായിരുന്നു. ഫ്ലൂയിഡെല്ലാം പോയി കഴിഞ്ഞിട്ടും അവർ വീണ്ടും വെയിറ്റ് ചെയ്യുകയാണ്. കാരണം OTPT, അതായത് ലിവർ ഫങ്ഷൻ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലീഡിങ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വെയിനെല്ലാം ബ്ലോക്കായി പോകും. അങ്ങനെ ഒരു വലിയൊരു കണ്ടീഷനാണ് അവർ പറഞ്ഞത്. ഡോക്ടർമാരും ഡോക്ടറുടെ കണ്ടീഷനാണ് പറയുന്നത്. നിങ്ങൾ കേട്ടാണെന്ന് വിശ്വസിക്കുന്നു. ലിവർ ഫങ്ഷൻ ഫുള്ള് പോയി, ഡെലിവറി നടക്കത്തില്ല, അഥവാ സിസേറിയൻ ചെയ്താലും ബ്ലീഡിങ് നിൽക്കത്തില്ല, കൈവിട്ടു പോകും. രാത്രി ആന്റി പറഞ്ഞ വേർഡിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഒരു ദിവസം കൂടെ അവർ വെയിറ്റ് ചെയ്ത് 24 മണിക്കൂർ, അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്തത്. അങ്ങനെ വെയിറ്റ് ചെയ്തു. 1 മണിയായപ്പോഴേക്കും അവളുടെ കണ്ടീഷൻ മോശമായി. അവൾ എന്നെ പറയുന്നു, ഞാൻ ആ കൂടെയുണ്ട് മമ്മി, എൻ്റെ കണ്ടീഷൻ മോശമാണ്. ആ സമയമൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയെന്ന് ഡോക്ടർ പറഞ്ഞു, കുഞ്ഞ് നഷ്ടപ്പെടും, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കുഞ്ഞിൻ്റെ തല പകുതി ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലീഡിങ് ആയി കുഞ്ഞ് അബോർഷനായി പോകും, കുഞ്ഞിനെ കിട്ടത്തില്ല, അങ്ങനെയൊക്കെ ഡോക്ടറൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ മമ്മിയെടുത്ത് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ വേണം, എന്ത് വന്നാലും എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുമോ? അവരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണേ. ആ രാത്രിയിൽ അവർ അനുഭവിച്ച പെയിൻ. ഞാൻ അതിനകത്തായിരുന്നുള്ളൂ. ഞാൻ മോളോട് പറഞ്ഞു, നീ
ഒരാളാണ് വന്നത്. അതായത് നമ്മൾ 2 പേരായിട്ട് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോകും. കാരണം അനേകം ദൈവമക്കൾ ഈ രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നമുക്കുണ്ട്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ 2 പേരുമായിട്ട് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് 1:05 ആയപ്പോഴേക്കും നേരത്തെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അപ്പോൾ 1:05 അതിന് മുന്നേ പറയണ എൻ്റെ ഹസ്ബൻഡ് ബ്ലഡ് ബാങ്കിലാണ്. 2-3 പേരെ ബ്ലഡ് ബാങ്ക് എല്ലാം ബ്ലഡിൽ കൊടുക്കാനെല്ലാം അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഹസ്ബൻഡ് ബ്ലഡ് ബാങ്കിൽ, ഞാൻ ലേബർ റൂമിൻ്റെ സൈഡിൽ, പുറത്ത് അവളുടെ ഹസ്ബൻഡൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാം എന്തായാലും, കാരണം ഓപ്പറേഷൻ കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ് പറഞ്ഞത്. പക്ഷേ സർവശക്തനായ എൻ്റെ ദൈവം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു ബ്ലീഡിങ് പോലും കൂടാതെ വണ്ണം കരങ്ങളെ അടിച്ചു ദൈവത്തിന് നല്ലൊരു മഹത്വം. ഇത് വലിയൊരു മെഡിക്കൽ പ്രൂഫാ. നിങ്ങളത് കേൾക്കണം. യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. എല്ലാവരും പറഞ്ഞ പുനരുത്ഥാനത്തിന്റെ ശക്തി. ഞാൻ അന്ന് രാത്രി പറഞ്ഞൊരു വേർഡ് ഓർക്കുന്നു. കർത്താവേ, അവളിൽ ഗർഭിണിയായി പോയെങ്കിൽ അമ്മയും കുഞ്ഞുമായി ജീവനോടെ തിരിച്ചു വരും. മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് സൗഖ്യമാക്കി കൊണ്ടുവന്നു. കാരണം ഒത്തിരി മണിക്കൂർ പറയാനുണ്ട്. അത് കഴിഞ്ഞ് ലിവർ ചെക്ക് ചെയ്യുമ്പോൾ അത് പറഞ്ഞു അതിന്റെ വേഗത്തിൽ. അത് കഴിഞ്ഞ് 8-9 ദിവസം അത് കഴിഞ്ഞ് അന്ന് പിറ്റേന്ന് രാത്രി ആയപ്പോൾ കുഞ്ഞിനെ NICയിലേക്ക് മാറ്റേണ്ടി വന്നു. കുഞ്ഞിന് ബോഡി മുഴുവനും ഇൻഫെക്ഷനായി, CRP ഒക്കെ പോസിറ്റീവായി. സാധാരണ ഒരു കുട്ടികൾക്ക് ഇത്രയും ഹൈ കാണാറില്ല. 95 CRP, 6-ന് താഴെ വരാവുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ NICയിലോട്ടാക്കി, ഇവളും ICUലാക്കി. അങ്ങനെ ഞങ്ങൾ വളരെ വളരെ ഭാരപ്പെട്ടു. കർത്താവ് അത്ഭുതകരമായി ജയോത്സവമായി ഞങ്ങളെ വഴി നടത്തി. 7 ദിവസം ആയപ്പോഴേക്കും മോക്കൊന്ന് സ്കാൻ ചെയ്തപ്പോഴേക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോണാണ്. ഗോൾ ബ്ലാഡർ സ്റ്റോണ് 9 mm ഉണ്ട്. അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത്. മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടല്ലേ? എത്ര സ്റ്റോൺ ഉണ്ട് അതിൻ്റെ മൊത്തം? 9 mm സ്റ്റോൺ, മൾട്ടിപ്പിൾ സ്റ്റോൺ. 9 × 9. ഓക്കെ, 9 × 9 mm. ഓക്കെ. ശ്രദ്ധിച്ച് കേട്ടെ. ഗോൾ ബ്ലാഡർ സ്റ്റോൺ സർജറിയിലൂടെ മാറ്റാൻ സാധിക്കുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ 2-3 ഡോക്ടർ ഗ്യാസ്ട്രോയിലൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് നിംസിലാണ് ഡോക്ടർ സർജറിക്ക് ഫിക്സ് ചെയ്തു. സർജറി ചെയ്യാമെന്നുള്ള ഫിക്സ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസം, കർത്താവ് ഇത്രത്തോളം ചെയ്യാൻ തന്നുവെങ്കിൽ ഇനിയും കർത്താവിന് ചെയ്യാൻ തരുവാനായി കഴിയും. അങ്ങനെ ഒരു ദിവസം പാസ്റ്റർ വീട്ടിൽ വരികയും അങ്ങനെ മോളോട് പറഞ്ഞു, ഇടതുവശത്ത് എവിടെയാണ്, രജനി സിസ്റ്ററും കൂടെ ഉണ്ടായിരുന്നു, കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കർത്താവും അവളും വിശ്വസിച്ചു, ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു. അന്നൊരു അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ദൈവസന്നിധിയിൽ പാസ്റ്ററും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിറ്റേന്ന് വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പിറ്റേന്നല്ല വീണ്ടും പോയി പിന്നെ സ്കാൻ ചെയ്തപ്പോഴേക്കും ഇതിൽ വേറെ യാതൊരു പ്രശ്നമില്ല. സ്റ്റോണ് എവിടെ പോയെന്നാണ് ആ സ്കാൻ ചെയ്ത ഡോക്ടർ ചോദിച്ചത്. നല്ല സൗഖ്യമാക്കിയ മനസ്സിലാക്കണം. ഡോക്ടർ ചോദിച്ചത് ആ സ്റ്റോൺ അവിടെ ഉണ്ടായിരുന്നോ, സ്റ്റോൺ ഉണ്ടോ എന്ന് പറഞ്ഞോ എന്നാണ് ഡോക്ടർ ചോദിച്ചത്. കരങ്ങൾ അടിച്ചു ദൈവത്തിന്റെ മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് സ്റ്റോൺ പുറത്തുപോയി. കരങ്ങൾ അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്ത്. ഇന്ന് അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവർക്ക് ലിവറിൽ പ്രശ്നമില്ല. ഇപ്പൊ പ്രശ്നമുണ്ടോ? മെഡിക്കൽ പ്രൂഫാണ്, കള്ളം പറഞ്ഞതല്ല. യേശു ജീവിക്കുന്നു. ഓടിവാ, മോളോട് ഓടിവാ. ആന്റിനെ വിളിക്കുമ്പോൾ എടുത്ത് പറഞ്ഞു, നമ്മൾ ട്രിവാൻഡ്രം മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വിസിറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ആന്റി എന്നെ വിളിക്കുക. അപ്പോൾ ആ സമയത്ത് കർത്താവ് പറഞ്ഞു, ആ വീടിനകത്തിന് മരണത്തിന്റെ മണം അടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം, ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും നമുക്ക് പോണ വഴിയാണ്, ഹൈവേറെ സൈഡാണ് വീട്, ഒന്ന് കയറി എത്ര മണിയല്ല. ഞാൻ അടുത്ത് പറഞ്ഞു, ആൻറ്റി രാത്രി 11:30 മണിക്ക് എനിക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. 12 ആയാലും കുഴപ്പമില്ല, പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കണം. രാത്രി 11:30 മണിക്ക് ആ വീട്ടിലോട്ട് പോകുമ്പോൾ ഇവർ എണീറ്റിരിക്കാൻ പോലും കഴിയാതെ വണ്ണം അവളുടെ കണ്ണ് പ്രശ്നമായി, ഭയങ്കര പെയിനാണ്, ഇരിക്കാൻ കഴിയുന്നില്ല. ബാക്കി ആന്റി പറയും. കോളേജിൽ പോയപ്പോ കണ്ണിലെന്തോ കൊണ്ടതാണ്. പക്ഷെ ഞാനും പറഞ്ഞു വലിയ കാര്യമാക്കിയില്ല. പക്ഷെ കോർണിയ ഡിഫക്റ്റ് ആയി പോയി. കോർണിയ എന്തായി പോയി? ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞു. കോർണിയ പ്രശ്നമായി. അന്നേരം വളരെ ഞങ്ങൾ മാനസികമായി വളരെ ഭാരപ്പെട്ടു. പിറ്റേ ദിവസം പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കോർണിയ ഡിഫക്റ്റ് ആകുന്നത് ഉടനെ ഡോക്ടർമാർ കാഴ്ചയാണ് പരിശോധിച്ചത്, കാഴ്ചയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ പാസ്റ്റർ സിസ്റ്ററും വന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ 2 ദിവസം കഴിഞ്ഞ് പോയപ്പോഴേ ദൈവത്തിന്റെ കൃപയാൽ കോർണിയയ്ക്ക് ഒന്നും ഒരു ഡിഫക്റ്റ് ഒന്നും അത്ഭുതകരമായി ഞങ്ങളെ വഴി നടത്തി. മോക്ക്
ഭയങ്കര ഭയമായിരുന്നു. ഭയങ്കര ഭയമായിരുന്നു. അപ്പൻ അതിനെക്കാളും ഭയം, അമ്മയ്ക്ക് അതിനെക്കാളും ഭയം. അങ്ങനെ ഭയപ്പെട്ട് കിടന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ദൈവം കൃപ നൽകി. കരങ്ങൾ അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓക്കെ, എന്റെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതുപോലെ എൻ്റെ ചേച്ചിയുടെ മോളാണത്. അത് സാക്ഷ്യം. ഈ മോക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വലിയ അത്ഭുതകരം. അവൾ തന്നെ പറയും, മോള് ഫാമിലി മുഴുവനും സാക്ഷ്യം കണ്ടോ? ഒരു സഹോദരൻ പറഞ്ഞാട്ടെ. പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു ശ്രീ. കഴിഞ്ഞ മാസം ആദ്യമായിരുന്നു. രാവിലെ ഇതുപോലെ സാധാരണയിൽ കഴിഞ്ഞൊരു കരച്ചിൽ രാവിലെ തൊട്ടേ തുടങ്ങി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരു വെള്ള കളറിൽ തന്നെ ഛർദ്ദിച്ചു. പിന്നെയും കരച്ചിൽ നിർത്തുന്നില്ല. പിന്നെ ആയപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഛർദ്ദിലിൻ്റെ മരുന്ന് കൊടുത്തിട്ടൊന്നും കുറയാതെ പിന്നെയും ഛർദ്ദിച്ചു. അങ്ങനെ അവർ അഡ്മിറ്റ് ചെയ്തു. പിന്നെ ഛർദ്ദിലിങ്ങനെ അകത്ത് ഇങ്ങനെ പ്രൊജക്റ്റൈൽ അങ്ങനത്തെ മഞ്ഞ കളർ ഛർദ്ദിക്കാൻ തുടങ്ങി. ബൈലെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അങ്ങനെ ഭയങ്കര നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റില്ല. കുഞ്ഞു കുട്ടികൾ ഇത്ര ഇങ്ങനെ ഛർദ്ദിക്കുമോ? അങ്ങനത്തെ ഒരു അവസ്ഥയിലായി. വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കാനും എല്ലാത്തിനും. അവർ എറണാകുളത്താണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ കുഞ്ഞിന് വയ്യ. കുഞ്ഞിന് ഏകദേശം കണ്ടീഷൻ മോശമായിരുന്നു. അപ്പോൾ ചെറുകുടലും വൻകുടലും കൂടെ തമ്മിൽ ഒട്ടിപ്പോയൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ വളരെ ഭാരപ്പെട്ടു കുഞ്ഞിന്. അപ്പോൾ മോള് വിളിച്ച് പറയുകയാണ്, ആൻറ്റി ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു. ഓപ്പറേഷൻ ഒന്നും ആവശ്യം വരില്ല, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. അങ്ങനെ മോക്ക് ഓപ്പറേഷൻ ചെയ്തില്ല അല്ലേ? ഒരു സ്തോത്രം പറഞ്ഞ ഒട്ടിപ്പോയത് എൻ്റെ കർത്താവ് സൗഖ്യമാക്കി. നിങ്ങൾ വിശ്വസിച്ചാൽ അത്ഭുതം നടക്കും.